ഹലോ, ഇന്ന് നമുക്കൊരു തെരണ്ടി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ദേവിയമ്മ ഇത് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത് ഇത്രയും കൂടി അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി കൂടി വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇഞ്ചി ഇല്ല, ഇഞ്ചി തീർന്നു പോയി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ പച്ചമുളക് അരിഞ്ഞ് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം അല്പനേരം ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ തക്കാളി കുക്കായി വന്നാൽ പിന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യുക. ഇനി മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ തെരണ്ടിയല്ല വേറെ ഏത് മീനാണെങ്കിലും ഈ രീതിയിൽ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മീൻ നല്ല ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മീനാണിത്. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ചാറൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ബൈ.